diamond in your life? എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ കണ്ണാടിയിലെല്ലാം നോക്കിയിട്ട് അഭിനയിക്കുമല്ലോ ചെയ്യും. ഓരോ ഡയലോഗ്സ് എല്ലാം പറഞ്ഞ് ഞാൻ ചിൽ ബമ്മായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. എന്റെ പേര് മാനസി ആണല്ലോ, മാനസി രതീഷ് എന്ന നല്ല പേരാണല്ലോ, അതൊരു ഐഡന്റിറ്റി അല്ലേ, പിന്നെ എന്തിനാ ബ്രിയർ റോസ് ഇട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര ഡിസ്റ്റൻസിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. 18 ഇയേഴ്സിന്റെ ഫ്രണ്ട്ഷിപ്പാണ്. ഇത്രയല്ലേ നമ്മൾ കണ്ടിട്ട് ഏകദേശം ഒരു 1 month ആയെന്ന് തോന്നുന്നു. ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു കുക്കിംഗ് വ്ളോഗിലാണ് ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് വീഡിയോസ്. ആൻഡ് അതിനുശേഷം എന്താ എനിക്ക് പറ്റിയെന്ന് അറിയില്ല, ഭയങ്കര മടിയാണ്. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. കുറെ നാളത്തേക്ക് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാതെ ആയി. എന്താ പറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോസ് എടുക്കാൻ തുടങ്ങി. പക്ഷെ ആ എടുത്ത വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മടിയായി. എഡിറ്റ് ചെയ്ത സാധനം വോയിസ് ഓവർ കൊടുക്കാൻ മടിയായി. വോയിസ് ഓവർ കൊടുത്ത സാധനം അപ്ലോഡ് ചെയ്യാൻ മടിയായി. എന്താ പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നെ ഒരു പോയിന്റിലെത്തി മാർച്ചലായപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു, അയ്യോ വീഡിയോസ് ഇങ്ങനെ ഇടാണ്ടെന്നാല് മോശമല്ലേ, നമ്മൾ ഇപ്പൊ കേറി വന്നതല്ലേ ഉള്ളൂന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ Q&A ഇടാം, അതാവുമ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നെ കുറിച്ച് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്താക്കി, ഇൻസ്റ്റയിൽ Q&A പോസ്റ്റ് ചെയ്തു, NGL പോസ്റ്റ് ചെയ്തു. NGL പോസ്റ്റ് ചെയ്തതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം, നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ NGL ഇട്ടത്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെടുക്കാം, നാളെ എടുക്കാം, മറ്റന്നാൾ എടുക്കാന്ന് വെച്ചാൽ ഞാനത് ലാഗ് ചെയ്ത് ഇപ്പം ഇവിടെ ഈ ഒരു സമയത്ത് ഇപ്പൊ ആക്ച്വലി ഏപ്രിൽ 2 12:42 സമയം. അന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത്രയും നാളെ എനിക്ക് ആ ഒരു ബോധം ഉണ്ടായിട്ടില്ല. പക്ഷെ ഓരോരാളെ റെസ്പോൺസ് എല്ലാം ഞാൻ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഞാനിപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു Q&A റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. So this is the section of my YouTube video Q&A. First question, മാനസി രതീഷ് ആണല്ലോ പേര്, പിന്നെന്താ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ബ്രിയർ റോസ് എന്ന് ഇട്ടത്? എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ബ്രിയർ റോസ് എന്നൊരു പേരിട്ടത്? തന്റെ പേര് മാനസി ആണല്ലോ, മാനസി രതീഷ് എന്ന നല്ല പേരാണല്ലോ, അതൊരു ഐഡന്റിറ്റി അല്ലേ, പിന്നെ എന്തിനാ ബ്രിയർ റോസ് ഇട്ടത് എന്ന് പറയാറുണ്ട്, കുറെ പേര് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഞാൻ എന്റെ +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാം എന്നൊരു സംഭവം ആക്കുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇൻസ്റ്റഗ്രാം ആക്കണം. അതിൽ അന്നേരമാണ് റീൽസ് ഫീച്ചേഴ്സ് വന്നത്. സോ അത് ട്രൈ ചെയ്യണം, അഭിനയിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്, ലൈക്ക് ഇൻസ്റ്റ ആകുന്നുണ്ടെങ്കിൽ കുറച്ച് പേര് അവനെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. സോ അതിൽ നിന്നും ഞാൻ പിക്ക് ചെയ്ത പേരാണ് ഈ ബ്രിയർ റോസ് എന്നുള്ള പേര്. ആക്ച്വലി ഈ പേരിന്റെ അർത്ഥം ഞാൻ ഇട്ടപ്പോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ഞാൻ കോളേജിലൊക്കെ കേറിയ സമയത്താണ് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നത് എന്താ ഈ ബ്രിയർ റോസ്. അപ്പൊ ഞാനിങ്ങനെ പോയി സെർച്ച് ചെയ്തു എന്താണ് ബ്രിയർ റോസ്. ആക്ച്വലി ബ്രിയർ റോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്നി ക്യാരക്ടറിന്റെ പേരാണ്. ഒരു ഡിസ്നി ക്യാരക്ടർ സ്റ്റോറിയാണ് ബ്രിയർ റോസ്. ലൈക്ക് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് അതിന് യഥാർത്ഥത്തിൽ പറയുന്ന പേര്. ആ ഒരു സ്റ്റോറി ആ ഒരു ടാഗ് ലൈനിലൂടെയാണ് പോകുന്നത്. ഐ തിങ്ക് ഒരു 24 hours ഉറങ്ങുന്ന ഒരു കുട്ടി, എന്തോ ഒരു സംഭവം കഥയാണ്, എനിക്കറിയില്ല. അങ്ങനെയാണ് ഈ ഒരു ബ്രിയർ റോസ് എന്നുള്ള ഒരു സംഭവം വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്തപ്പം എനിക്ക് മനസ്സിലായി, ഓ ഈ പേരും ഞാനും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഞാനൊരു ഉറക്കപ്രാന്തിയാണ്. അപ്പം പിന്നെ ഞാൻ ആ പേര് മാറ്റാൻ നിന്നില്ല. കുറെ പേര് എന്നോട് ബ്രിയർ റോസ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കാറ്. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ പേരുണ്ട്. ബ്രിഗേഡ് എന്ന് പറഞ്ഞ പേരുണ്ട്. ബ്രെയർ എന്ന് കിട്ടാത്തതുകൊണ്ട് കുറെ പേര് ബ്രിഗേഡ് എന്ന് വിളിക്കും. അതേപോലെ റോസ് എന്ന് വിളിക്കും, ബ്രിയർ റോസ് എന്ന് വിളിക്കും, ബരിയർ റോസ് എന്ന് വിളിക്കും. അങ്ങനെ കുറെ പേരുണ്ട്. സോ അങ്ങനെയാണ് ഈ ഒരു പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലൈക്ക് എന്നെ റോസ് എന്ന് ഇപ്പൊ കുറെ പേര് വിളിക്കുന്നുണ്ട്.
സോ മാനസിയിൽ നിന്നൊരു പേരിൽ നിന്നും ഒരു ഐഡന്റിറ്റി എനിക്ക് കിട്ടിയത് ബ്രേറോസ് നിന്നാണ്. സോ അത് ഞാൻ മാറ്റാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ അത് ഞാൻ യൂട്യൂബിൽ വന്നപ്പോ യൂട്യൂബിൽ അത് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഏജ് എത്ര ആണെന്നാണ് ചോദിച്ചത്. എനിക്കിപ്പം 22 വയസ്സായി. വാട്ട്സ് വൺ തിങ് നോബഡി നോസ് അബൌട്ട് യു? അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു. എന്റെ ഒരു ക്ലോസ് സർക്കിളില് അല്ലെങ്കിൽ എന്റെ പാരന്റ്സ്, എന്റെ ഫാമിലി, അവർക്കെല്ലാം അറിയാം ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാൻ പോയി പറയും എനിക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ അവരോട് പോയി പറയും. എനിക്കൊരു ക്ലോസ് സർക്കിൾ ഉണ്ട്, അതിൽ ഞാൻ എന്തായാലും പറയും. പിന്നെ എന്റെ പാരന്റ്സിനോട് ഒബ്വിയസ്ലി ഞാൻ പറയും. സോ അങ്ങനെ ആർക്കും അറിയാത്ത ഒരു കാര്യമില്ല. പിന്നെ സ്ട്രേഞ്ചേഴ്സിനെ അറിയാണ്ടിരിക്കും ഒബ്വിയസ്ലി ഞാൻ എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ശ്രീലക്ഷ്മിയെ എങ്ങനെ പരിചയപ്പെട്ടു? നിങ്ങൾ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി? ആക്ച്വലി ഞാനും ശ്രീലക്ഷ്മിയും ഐ തിങ്ക് ഒരു 18 ഇയേഴ്സിന്റെ ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ വളരെ വളരെ 18 വർഷത്തിന് മുന്നേ പോണ്ടി വരും. ഞാൻ LKGയിലാണ് ലൈക്ക് ആദ്യമായിട്ട് ഒരു സ്കൂളിലേക്ക് പോകുന്നത്. ഞാൻ അംഗൻവാടി എവിടെയും പഠിച്ചിട്ടില്ല. ഞാൻ LKGയിലേക്ക് ഡയറക്റ്റ് പോവാണ്. ഞങ്ങളെ നാട്ടിലുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, CBSE സ്കൂളിലാണ് ഞാൻ പോയത്. അവിടെ പോയ ടൈം എനിക്കിങ്ങനെ ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര കരയുന്ന ഒരു കുട്ടിയാണ് ഉണ്ടായത്. കാരണം ഞാൻ വീട്ടിൽ നിന്നൊരു കംഫർട്ട് സോണിൽ നിന്ന് നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഓക്വേർഡ് ഫീൽ ചെയ്തു. ഞാൻ കരയാൻ തുടങ്ങി. അപ്പം എന്റെ അമ്മ ഇങ്ങനെ നോക്കി, ആരെയാണ് ഈ എന്റെ മോക്ക് ഫ്രണ്ടായി കൊടുക്കാൻ പറ്റുന്നില്ല ഇത് അമ്മ ഇങ്ങനെ നോക്കിയപ്പോ അമ്മ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി എന്ന് വെച്ചാൽ അവളെ ഏട്ടൻ അവിടെ പഠിക്കുന്നുണ്ട്, സ്കൂളുമായിട്ട് നല്ല മിങ്കിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സോ അവൾക്ക് അറിയാം സ്കൂളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അവൾക്ക് അറിയാം. ഞാൻ ആദ്യമായിട്ട് പോവാണ്, എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. അപ്പൊ അമ്മ അവളെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി നീയും ശ്രീലക്ഷ്മിയും ഒരുമിച്ച് നിക്കണം, നിങ്ങളാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. അമ്മക്ക് അന്നേരം ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഇവളിങ്ങനെ തട്ടിച്ചു ഉരുണ്ട് നല്ലൊരു അടിപൊളി ഒരു ചബ്ബി ഗേളായിരുന്നു. സോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അമ്മ പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട്സ് ആവുമെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് ഇതുവരെ ബോണ്ടൊക്കെ നമ്മൾ അതിന്റെ ഇടക്ക് പൊട്ടി വീണ്ടും പച്ചപ്പ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് അഡോളസെൻസ് പീരീഡ്, ആ ഒരു ചൊടിയും അധികം ഞാൻ ചൊടിക്കും, ഞാൻ ഒറ്റക്ക് പോയിട്ടിരിക്കും, എനിക്ക് അങ്ങനത്തെ കുറെ സുഖേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു LKG തൊട്ട് 9th സ്റ്റാൻഡേർഡ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരേ പാത്രത്തിൽ ചോറേച്ച് ഒരേ ക്ലാസ്സിലിരുന്ന് ലൈക്ക് ആ ഒരു ഇത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും, ടീച്ചേഴ്സിന്റെ അടുത്തായാലും ആന്റിമാരുടെ അടുത്തായാലും ഈവൻ ഓഫീസിൽ പോലും ഞങ്ങളെ എല്ലാവർക്കും അറിയാം. കാരണം ഞങ്ങൾ ഭയങ്കര ആക്റ്റീവ്. അവള് പാട്ടിനായാലും ഞാൻ ഡാൻസിനും സ്പോർട്സിനും ഞങ്ങൾ ഭയങ്കര ആക്റ്റീവാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10th എത്തിയപ്പോ ഞങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി. 10th Aയിലും Bയിലും ആക്കി. എന്നിട്ടും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് എല്ലാം പോകും. അങ്ങനെ പിന്നെ ഞാനും അവളും ഒരേ സ്കൂളിൽ +1 +2 ചേർന്നു. അവിടുന്ന് അവള് സയൻസിലും ഞാൻ കൊമേഴ്സിലായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ നാട്ടിൽ പഠിച്ചു, അവള് ഡൽഹി പോയി പഠിച്ചു. പക്ഷേ ഞങ്ങളെ ബോണ്ട് അങ്ങനെ വിട്ടിട്ടില്ല. ആള് നാട്ടിൽ വരുമ്പോ ഞാൻ എന്തായാലും ഒരു ദിവസം അവളുടെ അടുത്ത് പോയി ഒരു ഡേ ഫുൾ അവിടെ ഇരുന്ന് സൊറ പറഞ്ഞ് ചളിയടിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഉള്ളത്. സോ 3 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ എന്താ പറയാ, ഞങ്ങള് ഫ്രണ്ട് ആവണം എന്ന് വിചാരിച്ചിട്ട് ആയതൊന്നല്ല. ഞങ്ങളെ പാരന്റ്സ് ഞങ്ങളെ ആക്കിയതാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും സെയിം നാടായതുകൊണ്ടും സെയിം ലൈക്ക് ഞങ്ങൾ ഒരേ അമ്പലത്തിൽ കൂടേണ്ട ആൾക്കാരാണ്. ഇങ്ങനെ ആ ഒരു ബോണ്ട് ഇപ്പോഴും ടച്ച് വുഡ് അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, not to be creepy but you are little cute. Thank you. Next question, ചേച്ചി +2ലൊക്കെ ബുജ്ജി ആണല്ലേ? ട്യൂഷന് പോയിട്ടുണ്ടോ? അപ്പോ tell something about your favorite teacher at tuition center. ഞാൻ ട്യൂഷന് പോയിട്ടുണ്ട്. ഞാൻ
+1 പകുതി ആയപ്പോഴാണ് ഞാൻ ട്യൂഷന് പോയത്. ആ സമയത്താണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്. അല്ല, +1 കഴിയാനായപ്പോഴാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയം ഞാന് ലാസ്റ്റ് എക്സാമിന്റെ ടൈം ഞാൻ ഓൺലൈൻ ട്യൂഷൻ സെന്റർ ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ ട്രയലെല്ലാം നോക്കൂലേ, അങ്ങനെ ഓൺലൈനിൽ വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഞാനും എന്റെ ഫ്രണ്ട്സും, ഞാനും ജനയും കാവ്യയും കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്ലാസ്. അപ്പൊ ഞങ്ങൾ ജോയിൻ ചെയ്തു. ലൈക്ക് എക്സാമിന്റെ ഒരു 2 വീക്ക് മുന്നേ ഇവര് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കരമായിട്ട് തന്നിട്ട് അങ്ങനെയാണ് ഞങ്ങള് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്. പിന്നെ +2 എല്ലാം ഇതായപ്പോ ഞങ്ങള് ഓഫ്ലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. ഞാൻ കൊമേഴ്സ് ആണ് കേട്ടോ പഠിച്ചത്. അപ്പം ഫേവറേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾക്ക് 2 ടീച്ചേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, സുമേഷ് മാഷും തൻസീർ മാഷും. ആ രണ്ടാളും ഭയങ്കര ഫേവറേറ്റ് ആണ്. അങ്ങനെ ഇന്നാള് ഫേവറേറ്റ് അങ്ങനെയൊന്നുമില്ല. രണ്ടാളിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹു ഈസ് യുവർ ഡയമണ്ട് ഇൻ യുവർ ലൈഫ്? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുറച്ച് ക്ലോസ് സർക്കിൾ ഉണ്ട് എന്നെ മനസ്സിലാക്കുന്ന. എനിക്ക് എന്തെങ്കിലും ഒരു മൂഡ് ചേഞ്ച് വന്നാല് അവര് മനസ്സിലാക്കും. ലൈക്ക് എന്റെ സൗണ്ടിന് എന്തെങ്കിലും ഇടർച്ച വന്നാൽ അവര് മനസ്സിലാക്കും. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ഇരുന്ന് കേൾക്കാനുള്ളൊരു മനസ്സും സമയവും അവരെനിക്ക് തരും. അവരാണ് എന്റെ ഡയമണ്ട്. ആരാന്ന് ഞാൻ എടുത്തു പറഞ്ഞ കുറെ പേർക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നവർക്ക് അറിയാം അവരെയാണ് പറയുന്നതെന്ന്. സോ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ മറ്റുള്ളവരെ മുന്നിൽ കുറ്റപ്പെടുത്താത്ത, എന്താ പറയാ, നമുക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡാന്ന് മെസ്സേജ് അയച്ചിട്ട് എന്താടാന്ന് പറയുന്നതിന് മുന്നേ കോൾ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവൂലേ, അവരാണ് എന്റെ ഡയമണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്, അവർക്കറിയാം അവരെയാണ് പറയുന്നതെന്ന്. ചേച്ചി ഭയങ്കര ലക്കിയാണ്. ചേച്ചിക്ക് അമ്മയുടെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ലക്കി. ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് ചെറുതിലാണ്. എനിക്ക് എന്റെ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്റെ അരങ്ങേറ്റം കഴിഞ്ഞത്. ഇവിടെ എന്റെ നാട്ടിലുള്ള ഒരു ടീച്ചറാണ്, അവിടെ പോയിട്ടാണ് ഞാൻ ഡാൻസ് പഠിച്ചത്. അരങ്ങേറ്റം കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ഭയങ്കര മടിച്ചു കേട്ടോ. ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാത്തേ. എനിക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ 5 വർഷം കഴിഞ്ഞിട്ടാണ് അവര് അരങ്ങേറ്റം വെച്ചത്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ്. പക്ഷെ എനിക്ക് ഭയങ്കര ബോറടിച്ചു. എല്ലാ സൺഡേസും ഞാനിങ്ങനെ ക്ലാസ്സിൽ പോകുമ്പം എന്റെ കളിക്കേണ്ട സമയമാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പിന്നെ ലാസ്റ്റ് ആയപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലാണ്ടായി. അങ്ങനെയാണ് ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞു, പിന്നെ ഞാൻ നിർത്തി. അപ്പോഴാണ് എൻ്റെ അമ്മ ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങുന്നത്, ദേവി മഹാത്മ്യം എന്ന് പറഞ്ഞൊരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങുന്നത്. 1 hour ഉള്ള ഒരു ഡാൻസ് ആണ്. സോ അതിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ 6 പഠിക്കുമ്പോഴാണ് ആ ഡാൻസിന്റെ അരങ്ങേറ്റം കഴിഞ്ഞത്. പിന്നെ ഞങ്ങള് ഒരു 20 മിനിറ്റ്സ് മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങള് വലിച്ചു നീട്ടി 1 hourലേക്ക് എത്തിച്ചു. ആൻഡ് ടിൽ 6th to ഇപ്പം വരെ ഞാൻ കളിക്കുന്നുണ്ട് അമ്മേനെ ഒന്നിച്ച്. സത്യം പറഞ്ഞാൽ കുറെ പേര് പറയുന്നുണ്ട് ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ലൈക്ക് അമ്മേന്റെ ഒന്നിച്ച് ഇത്രയും വർഷം കളിക്കാൻ പറ്റിയല്ലോ എന്ന് പറയുന്നുണ്ട്. ലൈക്ക് ആശശരത്തിന്റെ മോള് ആശശരത്തിന്റെ ഒന്നിച്ച് കളിക്കുന്നുണ്ടല്ലോ, അപ്പൊ മാനസിന്റെ അമ്മേനെ ഒന്നിച്ച് കളിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ടോക്ക് വന്നപ്പോ ഐ വാസ് ലൈക്ക് വാവ്, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ ഭയങ്കര പ്രൗഡാണോ, അങ്ങനെ ഞാൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. യെസ്, അത് ഭയങ്കര പ്രൗഡാണ്. ദൈവം സഹായിച്ചിട്ട് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട്. യുവർ ഫേവറേറ്റ് ഹോബീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നെങ്കിൽ ഫുഡ് കഴിക്കണം. എനിക്ക് ജങ്ക് ഫുഡ്സ് ഭയങ്കര ഇഷ്ടം. പിന്നെ പുതിയ പുതിയ സ്ഥലത്ത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അസീസ്, ഞാൻ ഉണ്ടച്ചി എന്നാണ് വിളിക്കുന്നത്. സോ അവന്റെ കൂടെ പോയി ഞാനിങ്ങനെ അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടം. അവൻ ഭയങ്കര ഫുഡിയാ. അപ്പൊ അവന്റെ ഒന്നിച്ച് നടന്നേ പിന്നെ ഞാൻ കോളേജിൽ നിന്ന് എനിക്കിങ്ങനെ ആ ഒരു ത്വര വരാൻ തുടങ്ങി. പുതിയ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു സംഭവം വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ കറന്റ്ലി ഒരു 4 years ആയി ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഫുഡിയാണ്. സോ വെറുതെ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ എന്റെ ഹോബി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ, പിന്നെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ കണ്ണാടിയിലെല്ലാം നോക്കിയിട്ട് അഭിനയിക്കുമെല്ലാം ചെയ്യും. ഓരോ ഡയലോഗ്സ് എല്ലാം പറഞ്ഞ് ഞാൻ ചിൽ ബമ്മായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. എനിക്കറിയില്ല,
അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവീസ് കാണും. വേറെ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. Who was the last girl you texted? Last girl I texted ചിന്നുമോൾ. കാവ്യക്കാണ് ടെക്സ്റ്റ് ചെയ്തത്. ആള് മാംഗ്ലൂർ പഠിക്കാണ്. സോ എവിടെ എത്തിയോ എങ്ങനെയാണ് നല്ല സംസാരിക്കാനുണ്ടായത്. Are you looking to date someone? No, I'm not. ഡേറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഡേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് ഓക്കെ, നമുക്കിപ്പോ ഒരു റിലേഷൻഷിപ്പിലാവാം, പക്ഷെ റിലേഷൻഷിപ്പ് ആവാം, അല്ലാതെ ഇരിക്കാം. പക്ഷെ എനിക്ക് എന്തോ ഡേറ്റ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. ഒന്നിക്കൽ ആ വ്യക്തിനെ മനസ്സിലാക്കാം, ഡേറ്റിങ്ങിന് പോയിട്ട് മനസ്സിലാക്കാനല്ല, മനസ്സിലാക്കിയതിന് ശേഷം ഇഷ്ടപ്പെടാം. അല്ലാണ്ട് ഡേറ്റ് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെടുന്ന ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ അഡാപ്റ്റഡ് വല്ല എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആരെയും ഡേറ്റും ചെയ്യുന്നില്ല. ഇപ്പൊ ഇതിൽ വരും കുറെ ക്വസ്റ്റ്യൻസ്, ഇവളെന്താ പൊട്ടത്തരം പറയുന്നത്, എനിക്കറിയില്ല. എനിക്ക് ഡേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല, അത്ര തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ക്രൈഡ് ഡ്യൂറിങ് എ മൂവി? കോഴ്സ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഭയങ്കര കാവ്യ മാധവൻ ഫാൻ ആട്ടോ. ഭയങ്കര ഡൈ ഹാർഡ് ഫാൻ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെയാണ്. എനിക്ക് എന്തെന്നറിയില്ല, എനിക്ക് കാവ്യമാധവൻ എന്നാണ്, കാവ്യമാധവന്റെ മുടി, കാവ്യമാധവന്റെ കണ്ണ്, കാവ്യമാധവൻ പോലെ അഭിനയിക്കുക, അങ്ങനെയുള്ള ഒരു ലൈക് ചെറുപ്പകാലത്ത് ഇങ്ങനെ അഡിക്ഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഞാൻ ചെറുതിലുണ്ടാവുന്ന സമയത്താണ് ഗദ്ദാമ സിനിമ ഇറങ്ങി. അപ്പൊ ഞാനൊരു കല്യാണത്തിന് പോയതിന് ശേഷമാണ് ഈ സിനിമക്ക് വന്നത്. ഞാൻ കാര്യമായി സിനിമക്ക് കയറി, എന്റെ കാവ്യമാധവന്റെ സിനിമയാണല്ലോ എന്ന് വെച്ച് ഞാൻ കേറിയിട്ട് ഗദാമന്റെ സ്റ്റോറി അല്ലേ, എനിക്ക് അറിയില്ലല്ലോ എന്താണ് ഗദാമെന്നും ഇവളെന്നെ എന്തെല്ലാം കാവ്യമാധവനെ എന്തെല്ലാം ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ കാവ്യമാധവൻ അടിക്കുന്ന കാണുമ്പോ ഞാനിങ്ങനെ കഴിഞ്ഞ ഫസ്റ്റ് ഹാഫ്, ഐ തിങ്ക് അവര് ഗൾഫിൽ പോയത് തൊട്ട് ഞാൻ കരയാൻ തുടങ്ങി. സ്റ്റിൽ സിനിമ കഴിയുന്നത് വരെ ഞാൻ കരഞ്ഞു. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് സിനിമയിലേക്ക് ഇറങ്ങിച്ചെല്ലും. ആ ഒരു ഞാൻ അത് അവര് ചെയ്യുന്ന ഒരു വർക്കാണെന്നോ ലൈക്ക് അതവര് അഭിനയിക്കുകയാണെന്നോ ഞാൻ സിനിമ കാണുമ്പോൾ ഞാൻ ചിന്തിക്കലില്ല. ഞാൻ ചില സമയത്ത് ആ ഒരു ക്യാരക്ടർ റിയൽ ക്യാരക്ടർ ആണെന്നും പിന്നെ ഞാൻ അവരെ നേരിട്ട് കാണുന്നത് എന്നുള്ള ഒരു തോട്ടിലാണ് ഞാൻ സിനിമ കാണല്. ആക്ച്വലി സിനിമ എങ്ങനെയാണല്ലോ കാണേണ്ടത്. ലാസ്റ്റ് കയറുന്നത് ഐ തിങ്ക് നമ്മളെ കൽബ് സിനിമ കണ്ടിട്ട്, അടിപൊളി സിനിമ. ഞാൻ ലൈക്ക് ഒരു ഫസ്റ്റ് ഹാഫ് വരെ സിനിമ വേറൊരു വൈബിലാ പോകുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിന് ശേഷം പ്രേമിക്കാത്തവർക്ക് വരെ പ്രേമം തോന്നുന്ന, ലൈക്ക് ഇതുവരെ പ്രണയിക്കാത്തവർക്ക് പ്രണയം തോന്നുന്ന, പ്രണയിച്ചവർക്ക് ഒന്നുകൂടി പ്രണയിക്കാൻ തോന്നുന്ന, പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഒരു അവരെ പാർട്ട്ണറിനെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടിപൊളിയാണ് കൽബ്. Who do you text the most? Actually, I am not a chat person. ഞാനൊരു കോൾ പേഴ്സൺ ആണ്. ഞാൻ ആരെയോടും അങ്ങനെ ഇരുന്ന് ചാറ്റ് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ പറ്റൂല. സോ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ കൂടുതലും ആരോടാണ് ചാറ്റിലില്ല. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കലില്ല, ലൈക്ക് ചാറ്റിലൂടെ സംസാരിക്കലില്ല. പക്ഷെ ഞാൻ വിളിച്ച് സംസാരിക്കും. എന്റെ ഫ്രണ്ട്സിലാണ് ഞാൻ വിളിച്ചിട്ടാണ് സംസാരിക്കല്. ചാറ്റ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, അവര് ഏതൊരു ഇമോഷൻ സ്റ്റേജിലാണ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ചാറ്റിലൂടെ മനസ്സിലാവൂല. എല്ലാ ടൈമിലും നമുക്ക് ഇമോജീസ് ഇട്ടിട്ട് നമുക്കത് ഇംപ്രസ് ചെയ്യിക്കാനോ അത് കാണിക്കാനോ പറ്റൂല. സോ ഐ ഡോണ്ട് ലൈക്ക് ചാറ്റിങ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് ഭയങ്കര ഡിസ്റ്റൻസിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ഞാനൊരു ചാറ്റ് പേഴ്സൺ അല്ല. എനിക്ക് ഈ പറയുന്ന എന്താ പറയാ ഡെയിലി അവരുടെ ഒരു കോൺവെർസേഷൻ ആ ഒരു രീതിയിൽ പോയിക്കൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എനിക്ക് പറ്റൂല. എനിക്കിങ്ങനെ ഡെയിലി ചാറ്റ് ചെയ്ത് സംസാരിച്ച് എനിക്കറിയില്ല. എന്നെ അറിയുന്നവർക്ക് അറിയാം അത് അവൾക്ക് പറ്റൂല, അത് അവള് ചെയ്യലില്ല. പക്ഷെ കുറെ പേര് മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്.
അങ്ങനെ അങ്ങനെ അവരെ വിചാരം ഞാൻ എപ്പോഴും ഈ ചാറ്റ്, ഒബ്വിയസ്ലി എന്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും, ഞാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ചാറ്റാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചാറ്റിലില്ല. അത് അവർ മനസ്സിലാക്കുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഹാവ് യു എവർ ഹാഡ് എനി സർജറി? സർജറി ആയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ 3rd സ്റ്റാൻഡേർഡിലേക്ക് കടക്കുന്ന വെക്കേഷൻ ടൈമാണ് എൻ്റെ ഒരു കസിന്റെ കല്യാണം ഉണ്ടായത്. സോ ഞാൻ അവിടെ പോയി. കല്യാണത്തിന് അന്നത്തെ ദിവസം രാവിലെ ഞങ്ങൾക്ക് കുറച്ച് ചടങ്ങുകളെല്ലാം ഉണ്ടായിരുന്നു. സോ ഞാൻ കുട്ടിയല്ലേ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വികൃതി പീക്കിരി കുട്ടിയാണ് ഉണ്ടായത്. അപ്പൊ ഞാനും എന്റെ കസിനും കൂടിയിട്ട് ലൈക് തൊപ്പി ഇങ്ങനെ പറത്തി കളിക്കുന്നേ ഉണ്ടായത്. അപ്പൊ അത് നേരെ പാരപ്പറ്റിന്റെ മേലെ വീണു. അപ്പൊ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി, ലൈക്ക് എന്തുകൊണ്ട് എനിക്കത് എടുത്തുകൂടാ. ആ ഒരു ലൈക്ക് ഒരു സാധനം ഉണ്ടാവില്ല, വേലി പോലെ, അത് എന്റെ ഇത്ര പോലെ ഉണ്ട്. എന്നിട്ട് ഞാനത് വലിഞ്ഞു കേറി ആ തൊപ്പി പോയി എടുത്ത് ഒരു പൈപ്പ് കുത്തി ഞാൻ നേരെ താഴേക്ക് ഡിം 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 ഒരു കസേര വെച്ച അട്ടിക്ക് പോയി. അവിടുന്ന് നേരെ താഴേട്ടേക്ക് വീണു. അവിടുന്ന് മറ്റേ സ്റ്റെപ്പിന്റെ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അത് നേരെ തലയിന്മേലിടിച്ചു. കൈ ഒടിഞ്ഞു. പിന്നെ 1 മാസം ഹോസ്പിറ്റലിലായി. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സർജറി ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എന്റെ കുരുത്തക്കേട് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനുണ്ട്, അമ്മ, അനിയൻ, അച്ചാച്ചൻ, അമ്മമ്മ. ഇവരാണ് ഇപ്പം കറന്റ്ലി വീട്ടിലുള്ളത്. അച്ഛൻ ഷാർജയിലാണ്. അച്ഛൻ ഒരു ടൈലറാണ്. അച്ഛൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ നവംബറിലാണ് പോയത്. വന്നിട്ട് ഒരു 3 മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ്. അവർ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത് എന്റെ മോള് ഇങ്ങനെ അഭിനയിക്കലുണ്ട്. ലൈക്ക് ആദ്യമൊന്നും അവർക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനിത് എന്റെ പാഷനിലൂടെ ചെയ്തിട്ട് ഇങ്ങനെ വന്നപ്പോ അവർക്ക് ഭയങ്കര കാര്യമായി. അവരിങ്ങനെ ഞാൻ അഭിനയിക്കലുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര, എല്ലാവരോടും ഇങ്ങനെ പറയാം എന്റെ മോൾ ഇങ്ങനെ അഭിനയിക്കലുണ്ട് എന്ന് അവര് ഭയങ്കര പ്രൗഡായിട്ട് പറയാറുണ്ട്. പിന്നെ അച്ഛൻ കുറെ വീഡിയോസ് എല്ലാം അല്ലെങ്കിൽ കുറെ സോങ്സ് എല്ലാം എനിക്ക് അയച്ചു തന്നിട്ട് പറയും നീ ഇത് ചെയ്യണം, യൂട്യൂബിൽ ഇത് ഇടണം എന്നെല്ലാം പറയും. പിന്നെ എന്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛനെ ഞാൻ അയച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഞാനിങ്ങനെ കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് കുറയുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണമല്ലോ, എന്നാലല്ലേ നമുക്ക് ലൈക്ക് ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയുള്ളൂ. പക്ഷെ കൺസിസ്റ്റന്റ് അല്ലാത്ത സമയത്ത് എന്റെ ഫ്രണ്ട്സ് കുറെ ചീത്ത പറയും. നീ എന്തെങ്കിലും വീഡിയോ ഇടാത്ത, കൺസിസ്റ്റന്റ് ആവണം, എനിക്ക് ബോധമില്ലേ, നീ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എന്നിട്ട് എന്നെ ചീത്ത ഒക്കെ പറയാനുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു വലിയ വീഡിയോ ആയിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care, bye bye. എനിക്ക് ഇനിയും കുറേ വീഡിയോസ് ഇടണമെന്നുണ്ട്, കുറെ കണ്ടന്റ് ചെയ്യണമെന്നുണ്ട്. ഒന്നും ഇതുവരെ മൈൻഡിലില്ല. പെട്ടെന്ന് മൈൻഡിൽ വന്നതാണ് Q&A. അത് ഇത്രയും ലേറ്റ് ആയി അത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എപ്പോ പോസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്കറിയില്ല. ചിലപ്പോൾ ചൂടോടെ പോസ്റ്റ് ചെയ്യുമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ till then take care, bye bye, see you.